അമ്പലത്തിൽ ചെല്ലേണ്ട ആവശ്യമില്ലെന്ന് അമ്മ പറഞ്ഞത് തനിക്ക് വിഷമായി. അപ്പൊ എന്നെ എത്തിച്ചേ പറ്റൂടെന്ന് താനങ്ങ് തീരുമാനിച്ചു. അതിനുവേണ്ടിയല്ലേ ഈ അസ്വസ്ഥതയെ പറ്റി പറഞ്ഞതൊക്കെ? കഷ്ടമുണ്ട് സർ. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണോ സാർ മനസ്സിലാക്കിയത്? എടോ, തന്റെ സ്വഭാവം അറിയുന്നോണ്ട് പറയുന്നതാ. അമ്മയുടെ തറവാട്ട് ക്ഷേത്രം എന്ന് പറയുമ്പോ കാണാൻ തനിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. അത് സത്യമല്ലേ? നമ്മൾ ഒഴിവാക്കിയ ഒരു സ്ഥലത്ത് പോണെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ നമ്മൾ പോയാലും സാറിനോട് അമ്പലത്തിൽ കയറാനോ തൊഴാനോ ഒന്നും ഞാൻ പറയില്ല. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു അവരിറങ്ങിയപ്പോ മുതൽ എനിക്ക് തോന്നുന്നുണ്ട് സർ. എന്തും വരട്ടെ എന്ന് കരുതി അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ സാറിനോട് നിർബന്ധം പിടിച്ച്. നമ്മൾ പോയി നോക്കിയിട്ട് അവര് സുരക്ഷിതമായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പോലും നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോരാം. പിന്നെ സാറ് പറഞ്ഞില്ലേ സാറിനെ ഒഴിവാക്കി അവിടേക്ക് സാറിനെ കൊണ്ടുപോകാനുള്ള തന്ത്രമാണെന്ന്. സാറിനെ ആരെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നാണം കെട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് സാറ് പിന്നെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. എനിക്ക് സാറിനെ കുറിച്ച് ശരിക്കുള്ള ചിന്ത എന്താണെന്ന് അറിയോ? സാർ എല്ലായിടത്തും നെഞ്ചും വിരിച്ച് തല ഉയർത്തി നിൽക്കണം. എനിക്ക് അങ്ങനെ സാറിനെ കാണാനാ ഇഷ്ടം. ഞാൻ ചിന്തിച്ചത് തെറ്റായി പോയതിന് സോറി. അല്ല, ഈ നെഞ്ചും പിരിച്ച് തലയുയർത്തി പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. തൽക്കാലം എനിക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോ അമ്മയോടുള്ള എന്റെ നിലപാട് ശരി തന്നെയല്ലേ? എല്ലാ കാര്യത്തിലും അതാണെന്ന് ഞാൻ പറയില്ല. ചില നേരത്തെ സാറിനൊരു സ്വഭാവമുണ്ട്. പത്മാവയുടെ സത്യം പറഞ്ഞാൽ പോലും അതിനെ വെറുതെ എതിർക്കും. അതൊന്നും വേണ്ട സാർ. എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞാലും അമ്മയും മോനുമാ. അതിന് പകരം വെക്കാനൊന്നും ഒരു ബന്ധത്തിന് സാധിക്കില്ല. സാറിനെ സംബന്ധിച്ച് അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട സ്നേഹം സാർ അച്ഛനാ കൊടുക്കുന്നത്. പത്മ മാഡം എത്ര കടുംപിടുത്തക്കാരി ആയിക്കോട്ടെ, ദിവസത്തില് കുറെ നേരമെങ്കിലും സാറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ലേ? സാറുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വേദനിക്കുന്നുണ്ടാവും. അമ്മമാരൊക്കെ അങ്ങനെയാ സർ. എനിക്കറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ പത്മ മാഡത്തിന് മനസ്സിലാവും ഈ കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങളൊക്കെ വെറുതെയാന്ന്. അപ്പൊ സാറിന് തിരിച്ചറിവുണ്ടാവും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു മുഹൂർത്തം സംഭവിക്കുന്നത് കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. എടോ, ഒരു ദിവസം സൂര്യൻ കിഴക്ക് ഉദിക്കാതിരുന്നാൽ, ആകാശത്തുള്ള പക്ഷികൾ മലർന്നു പറന്നാൽ ചിലപ്പോ താൻ പറഞ്ഞത് സംഭവിക്കുമായിരിക്കും. പത്മ മേഡം അമ്മയാവും, ഞാൻ ആ അമ്മയുടെ മകനും ആവും. പക്ഷേ ഈ കണ്ടീഷൻസ് ഒക്കെ ഒത്തു വരണം. എന്തെങ്കിലും ഒരിക്കലും സാറിന്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന നിമിഷത്തില് ഞാൻ സാറിനോട് അത് ചോദിക്കും. സൂര്യൻ കിഴക്കുതിച്ചില്ലേ, കിളികളൊക്കെ പഴയതുപോലെ തന്നെയല്ലേ പറക്കുന്നത്? അന്നും മറുപടി പറയണം കേട്ടോ. തീർച്ചയായും. സാർ ഒന്ന് പെട്ടെന്ന് പോ, നമുക്ക് വേഗം അവിടെ എത്തണം. തന്റെ ചിന്ത വെറുതെ അപകടം ഉണ്ടാവുന്നുള്ള തോന്നലല്ല, ഉറപ്പിച്ചുണ്ടാവുന്നാണല്ലോ. അതെ സർ, സമയം കഴിയുന്തോറും എന്റെ മനസ്സിലെ ഭാരം കൂടിക്കൂടി വരിക. വല്ലാത്തൊരു പേടി. പെട്ടെന്ന് പോ സർ. പോവല്ലേ? ഇന്ദ്രജെ, എന്നാലും നമ്മളെ കൊണ്ടുപോകാതിരുന്നത് കുറച്ച് മോശമായി പോയല്ലേ? അത് കല്യാണം വേദയുടേതല്ലേ, പക്ഷേ ആന്റിയുടെ എല്ലാ കാര്യത്തിനും നിൽക്കാറുള്ളത് താനല്ലേ? ആന്റി എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് തന്നോടല്ലേ? പിന്നെ പെട്ടെന്നെന്താ ഒരു മാറ്റം? അത് സൂര്യ ഒഴിവാക്കാൻ മമ്മി തീരുമാനിച്ചപ്പോ. അളിയനെ ഒഴിവാക്കാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ആന്റി വെറുതെ ഒന്ന് മുഖം തിരിച്ചു പിടിച്ചാ അളിയൻ വരുന്നില്ല എന്ന് പറയും. പക്ഷേ അതുപോലെ അല്ല തന്റെ കാര്യം. വിജയ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഇപ്പൊ എല്ലാവരും കൂടി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി,
തനിക്കുള്ളിൽ വിഷമമില്ലാന്നൊന്നും എന്നോട് പറയണ്ട. തന്നെ കണ്ടാ തന്നെ അറിയാം ആ വേദ ഇപ്പം വിവാഹം കഴിക്കുന്നത് ആരെയാ?